ഈ അടുത്ത സമയത്ത് ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിലയുള്ള ഒരു പദവിയാണ്. എല്ലാവർക്കും അറിയാം. ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളെന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഭരണാധിപൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർക്ക് കൊടുത്തിരുന്ന ഒരു റെസ്പെക്റ്റ്, അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഈ 2 തവണ മോദി സർക്കാർ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് വരെ അതുപോലെ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ മുഖ്യമന്ത്രിമാരെയൊക്കെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ അഴിമതി ആരോപണം അത് അങ്ങോട്ട് വന്ന് മുമ്പോട്ട് കൊണ്ടുവന്നു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഏജൻസിയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചു, ഓരോ കേസ് പതുക്കെ അങ്ങോട്ട് എടുത്ത് അവരെ അങ്ങ് ഉപദ്രവിക്കുക, ആരെ രാഷ്ട്രീയമായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ സോറൻ മന്ത്രിസഭ, ഷിബു സോറനെ അദ്ദേഹത്തെ നേരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള തീരുമാനം, അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഒരു അഴിമതി ആരോപണം ശ്രീ കേജ്രിവാളിനെതിരെ, അതായത് ആദ്യം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രിയുമായിരുന്ന സിസോദിയയ്ക്കെതിരെ വന്നു. സിസോദിയയെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് ഇപ്പോൾ 1 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് സിസോദിയ. എന്തിനാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അറിഞ്ഞുകൂടാ, ഈ പിടിച്ചുകൊണ്ട് പോയവർക്കും അറിഞ്ഞുകൂടാ. ആ രീതിയിലേ ആവുള്ളൂ. കാരണം ഇത് EDയുടെ കയ്യിലൊന്നും ഇതിനൊന്നും ഒരു തെളിവുമില്ല. സീക്രസി നടക്കുന്ന ഒരു കാര്യം ആണ്. ഇവിടെ മണി ലോണ്ടറിങ് ചുമ്മാ ആരോപിച്ചുകൊണ്ട് കാര്യമില്ല. ഇവർക്ക് ആരോപിക്കാം. ഇവർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ തെളിവ് ഭാരം വരുന്നത്, ആരോപിച്ചു കഴിഞ്ഞാൽ ഇവർക്കല്ല തെളിവ് ഭാരം ഉള്ളത്, പ്രതിക്കാണ്. പ്രതി പോയി തെളിയിക്കണം ഞങ്ങൾ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല, എളുപ്പമുള്ള കാര്യമാണ്. ഇതൊക്കെ എഴുതി വെച്ചേക്കുന്ന ഈ കാടൻ നിയമം ഉണ്ടല്ലോ, ആ നിയമമൊക്കെ മാറ്റിമറിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാടുമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ, നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഇങ്ങനെയുള്ള ചില വകുപ്പുകളൊക്കെ എഴുതി ചേർത്തുള്ള ചില നിയമങ്ങൾ അത് ഇവർക്കറിയാം പ്രയോഗിക്കാൻ. ഇപ്പോൾ UAPA പോലുള്ള നിയമം, അതേപോലെ PMLA പോലുള്ള നിയമം, ഇതൊക്കെ എടുത്ത് കാണുന്നവർക്കെതിരെ അങ്ങ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ എന്താ ഇത് നമുക്ക് മനസ്സിലാവാം. അതായത് എത്ര കമ്പനികൾ ഇപ്പോൾ ഈ കിക്ക് ബാക്ക് വാങ്ങിയേക്കുന്ന, അതായത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയേക്കുന്ന കമ്പനികളൊന്ന് എടുത്തു നോക്കിക്കോളൂ. എത്ര എണ്ണമാണെന്നറിയാമോ? അതായത് ഒരു യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അവർ പണ്ട് ആദ്യം അവരൊരു 20 ലക്ഷം രൂപ BJP ഗവൺമെൻറ്റിന് കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷമായപ്പം അതിൻ്റെ തുക അത്രത്തോളം അങ്ങ് ഇരട്ടിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം 9 കോടി രൂപ കൊടുത്തു അടുത്ത തവണ. അത് കഴിഞ്ഞ് പിന്നെ അവർ പതുക്കെ അതിൻ്റെ അടുത്ത പ്രാവശ്യം ഒരു 6 കോടി രൂപ കൊടുത്തു. അതിൻ്റെ അടുത്ത പ്രാവശ്യം ഇവരൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത്. അവരെ അന്വേഷിച്ച് ഇൻകം ടാക്സ് ആയിരുന്നു 158 കോടി രൂപ ഇൻകം ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, പ്രോസിക്യൂഷനുണ്ട്, പെനാൽറ്റി ഭയങ്കരമായിട്ടുണ്ട്. അപ്പം 158 കോടി രൂപയുടെ ഇൻകം ടാക്സിൻ്റെ വെട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 300 കോടി രൂപ അവർ കൊടുത്താലേ ഇത് തീർക്കാൻ പറ്റുള്ളൂ, ഇടപാടാ. അപ്പോൾ അവരെന്തായെന്നറിയാം, പെട്ടെന്ന് തന്നെ ഏതാണ്ട് 10-20 കോടി രൂപ അങ്ങ് കൊടുത്തു. അന്വേഷണത്തിൽ അവർ ഒഴിവാക്കി. ഒരു പ്രശ്നമില്ല, ഇൻകം ടാക്സും വേണ്ട, ഒരു ടാക്സും പിന്നെ വേണ്ട, ഒരു പ്രശ്നമില്ല. BJPക്ക് കാശ് കൊടുത്തു. ഇതേപോലുള്ള എത്ര കമ്പനികളാണ്. അതായത് ആദ്യം അവർ പണം കൊടുത്തില്ലെങ്കിൽ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കും, CBI ആയിരിക്കും ഒന്നി പോകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രൽ ഇതേപോലെ തന്നെ PMLA ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ EDയെ അങ്ങോട്ട് പറഞ്ഞയക്കും. ED എന്ന് പറയുന്ന സാധനം ഇതിനു വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഈ ആളുകളെ കഴുത്തെ കത്തി വെച്ചിട്ട് കാശ് വാങ്ങി BJPക്ക് കൊടുക്കാനുള്ള ഒരു മെക്കാനിസമാണിത്. അപ്പോൾ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കും. അവർ അതോടുകൂടി പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, ഒരു പ്രശ്നമില്ല, പിന്നെ അവരെല്ലാം റെഡിയാണ്. ആ കമ്പനിക്ക് ഒരു പ്രശ്നമില്ല. അന്വേഷണം അങ്ങോട്ട് നടന്നേക്കുന്ന കമ്പനി, അതായത് ED അവിടെ ചെന്നു സെർച്ച് നടത്തി, അല്ലെ CBI ചെന്നു അവിടെ സെർച്ച് നടത്തി വലിയ കുഴപ്പമൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. ഈ പറയുന്നതേ ഉള്ളൂ കുഴപ്പങ്ങൾ. അവരെന്താ കണ്ടുപിടിച്ചേക്കുന്നുള്ള ആരും അറിയത്തില്ല. ഈ കമ്പനിക്കാർക്കും അറിഞ്ഞുകൂടാ, നാട്ടുകാർക്കും അറിയത്തില്ല, ഗവൺമെൻറ്റും ഇവർക്കും ഗവൺമെൻറ്റിനും മാത്രമേ അറിയാവുള്ളൂ ഇതെന്താ ഈ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവസാനം എന്താ, ഈ അന്വേഷണം അങ്ങോട്ട് നടത്തി അവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവന്ന് അതിന് വീണ്ടും പണം കൊടുക്കും.
പണം ഇഷ്ടമാതിരി അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ബി ജെ പിക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിക്ക് ഒരു പ്രശ്നവുമില്ല. അവർ നല്ല ആളുകളാണ്, അവർ വളരെ ശുദ്ധന്മാരാണ്, വളരെ നിയമം എല്ലാം അതേപോലെ നിയമം പരിപാലിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്, നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് വരും. ആ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് ഇത് ഒരക്ഷത്ത് നോക്കിക്കോണം. ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രൽ ബോണ്ട് വഴി 8,000 കോടി വാങ്ങിച്ചാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1,200 കോടി രൂപയുടെ തട്ടിപ്പെന്നും പറഞ്ഞാണ്, അഴിമതി ആരോപണമെന്നും പറഞ്ഞാണ് ഈ കേജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള പല പ്രമുഖന്മാരെയും ആ പാർട്ടിയിലുള്ള ആളുകളെ എല്ലാം പിടിച്ച് അകത്തിടാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നിട്ട് എന്താണെന്നറിയും, നോക്കിയപ്പോൾ കേജ്രിവാൾ ശക്തിയുക്തം സംസാരിക്കുന്നു, പ്രധാനമന്ത്രിക്കെതിരെ ഒക്കെ ഒരുപാട് സംസാരിക്കുന്നു, ആരോപണങ്ങൾ ഉയർത്തുന്നു, കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അദ്ദേഹത്തിനെ അമർച്ചാത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവിടെ, അതായത് പഞ്ചാബിലൊരു വലിയ ശക്തിയായിട്ട് മാറി. അതേപോലെ അടുത്തുള്ള, അതിപ്പോൾ യഥാർത്ഥ ഒരു സംസ്ഥാന പാർട്ടി മാത്രമായിട്ട് മാറുന്നില്ല, ഡൽഹി ഭരിക്കുന്നു. അതുകൂടാതെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേജ്രിവാളിൻ്റെ പാർട്ടിയെ. അതേപോലെ തന്നെ പഞ്ചാബിൽ ഇതുപോലെ വരുന്നു. ഇനി അടുത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇതിങ്ങനെ വ്യാപിക്കാനുള്ള ഒരു, അപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേജ്രിവാളാണ്. അപ്പോൾ എന്താ, അതിൻ്റെ തലപ്പത്ത് നിന്ന് കേജ്രിവാളിനെ എടുത്തങ്ങ് അകത്തിട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കുമല്ലോ. അപ്പോൾ കേജ്രിവാളിനെ രായ്ക്ക് രാമാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ജയിലിലേക്ക്. അപ്പോൾ കേജ്രിവാൾ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലാതാവുമല്ലോ. അപ്പോൾ കേജ്രിവാൾ ഒരു പ്രസ്ഥാനം നടത്തി, അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രമുഖരും മന്ത്രിസഭയിലെ പ്രമുഖരും പ്രസ്താവനകൾ നടത്തി. എന്താ, കേജ്രിവാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കും, മുഖ്യമന്ത്രിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേജ്രിവാളിന് പ്രത്യേകം വകുപ്പുകളൊന്നും കൈയാളുന്നില്ല. അപ്പോൾ മന്ത്രിസഭയുടെ മേൽനോട്ടമാണ് അദ്ദേഹത്തിനുള്ളത്, ഭരണത്തിൻ്റെ മേൽനോട്ടം, ടോട്ടൽ സൂപ്പർവിഷൻ എന്നുള്ളതാണ്. അത് അദ്ദേഹം ആളുകളെ വെച്ചോ ഒക്കെ ജയിലിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവർ ആകെപ്പാടെ ഇല്ല കുരങ്ങ് നീർക്കോലിയെ പിടിച്ചതുമാതിരിയുള്ള ഇടപാടാണ് ഇപ്പോൾ ചെയ്തു വച്ചേക്കുന്നത്. ഇത് വിടാനും വയ്യ. അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കേജ്രിവാൾ ഇപ്പോൾ ജയിലിൽ അവിടെ വളരെ വലിയ താരമായിട്ട് മാറിയേക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. കാരണം കേജ്രിവാളിനെ പോലുള്ള പ്രതിച്ഛായയുള്ള ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ അവിടെ പോയിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കുക. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരിച്ചുകൂടാൻ നിങ്ങൾ പറയാൻ ഒക്കത്തില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല ഭരിക്കാൻ പാടില്ലെന്ന്. ആകെ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ, ഒരാളെ കുറ്റക്കാരനാണെന്ന് കാണുക, അതായത് കൺവിക്റ്റ് ചെയ്യുക. ഒരാൾ ഈ ഫോൺ ഗിൽറ്റി, അതായത് നിങ്ങളെ കുറ്റക്കാരനാണെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ കൺവിക്റ്റ് ചെയ്തെന്ന് അർത്ഥം. കൺവിക്ഷൻ, അതാണ് കൺവിക്ഷൻ. അപ്പോൾ കൺവിക്ഷൻ ഉണ്ട്, മതി, സെൻറ്റൻസ് പോലും ആവണ്ട. കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അയോഗ്യനാണ്. അയാൾ പാർലമെൻ്ററി അംഗത്വം, അതായത് പാർലമെൻറ്റിലോ നിയമസഭയിലോ അംഗത്വം അയാൾക്ക് കിട്ടുകയല്ല. കാരണം അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു. അൺലെസ് അത് സ്റ്റേ ചെയ്യണം, കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം. കൺവിക്ഷൻ സ്റ്റേ ചെയ്താലേ നടക്കുള്ളൂ. കൺവിക്ഷൻ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അയോഗ്യതയൊന്നുമില്ല. അല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കുന്നതിന് പോലും പല ഒഫൻസുകളിൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, പല ഒഫൻസുകളിലും കൺവിക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 6 മാസത്തേക്ക് മത്സരിക്കാൻ, 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഇടപാടുകൾ വരും. ഇവിടെ കേജ്രിവാളിന് ഇങ്ങനെയുള്ള അയോഗ്യതയില്ല. കാരണം അദ്ദേഹത്തിനെ കൺവിക്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു അന്വേഷണം മാത്രമാണ്. അതായത് വെറും ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിലാണ് ഈ ഉള്ളത്. എന്ത് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണം, അതിന് കസ്റ്റഡി ചോദ്യം ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കോടതികളൊക്കെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇതിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഇത് കോടതിയിലൊക്കെ കിടക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം ആയുധമായിട്ട് കൊണ്ട് നടക്കുന്നത് ഹൈക്കോടതി കൊടുത്ത പെറ്റീഷൻ പിൻവലിച്ചെന്നാണ്, ഹർജി. കേജ്രിവാൾ എന്താണെന്നറിയോ, ഈ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഹൈക്കോടതി അന്ന് രാത്രി കൂടിയില്ല. അപ്പം അത് രാത്രി അത് പരിഗണിക്കാതെ പിറ്റേന്നത്തേക്ക് പരിഗണിക്കാനായിട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ എന്താ, അപ്പോൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യരുത്, അതിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നിരോധിക്കണം, അവരെ മാറ്റണം എന്ന് പറയുന്ന ഹർജിക്ക് പിന്നെ പ്രാബല്യമുണ്ടോ? അതുകൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ഇത് നിയമം ഇതിനെക്കുറിച്ച് ഒരു അവബോധവും ഇല്ലാത്ത ആളുകൾ, രാഷ്ട്രീയക്കാരാണ് എടുത്തു വെച്ച് വിളമ്പുന്നത്. ആ ഹർജി പിൻവലിച്ച എന്താണ്, അത് കുഴപ്പമില്ലെങ്കിൽ ഹർജി പിൻവലിക്കൂ എന്ന് ചോദിക്കും. ഈ ഹർജി പിൻവലിച്ച എന്താണ്, അത് ഇൻഫ്രക്ച്വസ് ആണ്. ഇൻഫ്രക്ച്വസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തീരുമാനം ഒരു റിലീഫിന് വേണ്ടി കൊടുക്കുന്നു.
ആ റിലീഫ് കൊടുക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ഇൻഫ്രക്ച്വസ് ആണ്. ഉദാഹരണമായിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു, അതിനകത്തൊരു തീരുമാനം വന്നില്ല, അതിന് മുമ്പ് അറസ്റ്റ് ചെയ്തു. പിന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? കാരണം അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ പിന്നൊരു തീരുമാനം എടുക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അത് വിഡ്രോ ചെയ്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അതാണ്, അല്ലാതെ അതിന് നിയമവശാൽ നിലനിൽപ്പില്ലാത്തത് കൊണ്ടല്ല അത് വിഡ്രോ ചെയ്തത്. വിഡ്രോ ചെയ്യാനുള്ള കാരണം അത് ഇൻഫ്രക്ച്വസ് ആയിപ്പോയി. കാരണം അതിൻ്റെ ഫലപ്രാപ്തി ഇല്ലാത്ത ഒരെണ്ണമായിട്ട് മാറി. അതുകൊണ്ടാണ് അത് പിൻവലിക്കുന്നത്. പിൻവലിച്ചില്ലേ അത് അവിടെ കിടക്കും, പ്രശ്നവുമാണ്. അതുകൊണ്ടാണ് അവർ പിൻവലിച്ചത്. അതുകൊണ്ട് ഇനി നിയമ നടപടിക്കൊന്നും കേജ്രിവാൾ പോയിക്കൂടെന്നൊന്നും എങ്ങും പറയാൻ പറ്റത്തില്ല. പോകാം.